ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. അപ്പോൾ നേരത്തെ ഞാൻ കുറേ ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയാം. അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? നാമവിശേഷണങ്ങളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാമങ്ങളെയോ സർവ്വനാമങ്ങളെയോ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു രാജാവ് അല്ലേ, അപ്പോൾ ആ രാജാവ് നല്ല ബുദ്ധിമാനായിട്ടുള്ള രാജാവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൈസ് അല്ലെ, വൈസ് കിങ് എന്ന് നമ്മൾ പറയും. വൈസ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് വെച്ചിട്ടാണ് ആ രാജാവിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, നമ്മളൊരു പുസ്തകം വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ബുക്ക് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതൊരു ഗുഡ് ബുക്കാണ് അല്ലെ, അതൊരു നല്ല പുസ്തകമാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഗുഡ് എന്ന് പറയുന്ന ആഡ്ജക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ബുക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഒരു മനുഷ്യൻ അല്ലെ, ആ മനുഷ്യൻ്റെ കയ്യിൽ ധാരാളം മണിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മനുഷ്യനെ ആരാണെന്ന് പറയും? റിച്ച് മാൻ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമ്പിൾസ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ദെൻ ന്യൂമറൽ, ദെൻ ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ചാൽ, അതായത് ബ്രേവ്, ഹോണസ്റ്റ് തുടങ്ങിയ ഒരു പർട്ടിക്കുലർ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ന്യൂമറൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം അല്ലെ, നമ്പേഴ്സ്, എത്ര എണ്ണം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ബുക്ക്, 1 ബുക്ക് അല്ലെങ്കിൽ 2 ബുക്ക് അല്ലെങ്കിൽ 5 റൂംസ് എന്നൊക്കെ പറയുന്നതാണ് എന്ന് പറയുന്നത് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? അളവിനെ കുറിക്കുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ പോയി ഷുഗർ മേടിച്ചു അല്ലേ, 2 kg അല്ലെങ്കിൽ 3 kg ഷുഗർ. ഓക്കെ, അങ്ങനെയാണ്, അതാണ് നമ്മളെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. നമ്മുടെ നിറത്തെ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം ബ്ലാക്ക് ക്ലോത്ത് അല്ലെ, കറുത്ത വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ റെഡ് റിബൺ, അല്ലെങ്കിൽ സ്കൈ എന്താണ്? നല്ല ബ്ലൂ കളറാണ് അല്ലേ, അപ്പോൾ ബ്ലൂ സ്കൈ. അപ്പോൾ ആ സ്കൈനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ ഈ റിബണിന് റെഡ് കളറാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിറത്തെ സൂചിപ്പിക്കുന്ന കുറേ വിശേഷണങ്ങളുണ്ട്. ദെൻ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഉയരം അല്ലെങ്കിൽ ആകൃതി, നമ്മുടെ രൂപം, അങ്ങനെ അതിനെ കുറിക്കുന്ന കുറേ വിശേഷണങ്ങളാണ്. ഇത് ടോള്, ബിഗ്, ഹെവി, റൗണ്ട്, ഷോർട്ട്, ലോങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയുന്ന ചില അഡ്ജക്റ്റീവ്സ് നമ്മുടെ ഓണർഷിപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിനെ കുറിക്കുന്ന കുറേ അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം തന്നെ ഒരു ആളുടെ കാർ, അപ്പം നമ്മൾ അയാൾ ആരാണെന്ന് പറയും? മനൂസ് കാർ ആണ് അതെന്ന് പറയും അല്ലേ. അപ്പോൾ അപ്പോസ്ട്രോഫീസ് വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. ദെൻ അലീനാസ് ബ്രദർ അല്ല, ആ ബന്ധത്തിനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ അഡ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ അപ്പോസ്ട്രോഫീസ് ഇട്ടാണ് നമ്മുടെ ഇവിടെ വിശേഷണങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.